ചിന്തിക്കുന്നത് എല്ലാം പറയരുത്, എന്നാൽ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ടാവണം. എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കാണാതെ കരയുന്ന യൗവനം, കരയുന്നത് കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം. അതാണ് ജീവിതം. ചില്ല് തകർക്കാൻ ഒരു കല്ല് മതി, മനസ്സ് തകർക്കാൻ ഒരു വാക്ക് മതി. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവർ തന്നെ ആയിരിക്കും മുന്നിൽ ഉണ്ടാവുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ആരുമില്ല എന്ന തോന്നൽ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. അത് വല്ലാത്തൊരു വേദനയാണ്. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല, ഒന്നും ഇല്ലായ്മയിൽ ചേർത്ത് പിടിക്കുന്നവരോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം ഏതവസ്ഥയിലും വിട്ടുപോകില്ല എന്നുറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്. അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും. അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. കാക്കയ്ക്ക് കുയിലിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയും, പക്ഷേ സ്വന്തം ശബ്ദം മധുരമാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അപവാദക്കാരന് മാന്യനെ അപകീർത്തിപ്പെടുത്താൻ കഴിയും, പക്ഷെ അയാൾക്ക് സ്വയം ഒരു മാന്യനാകാൻ കഴിയില്ല. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയവർ. ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാകില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. ഇടയ്ക്കെല്ലാം തനിയെ നടക്കുക. ചേർന്നിരിക്കുമ്പോഴും ചേർന്ന് നടക്കുമ്പോഴും കാണാതെ പോകുന്ന പല കാഴ്ചകളും തനിച്ചാകുമ്പോൾ കണ്ണിൽ കുരുങ്ങും. ജീവിതം മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നത്, പക്ഷെ നിങ്ങളെ വെറുക്കുന്നു? മരണം പ്രതികരിച്ചു, കാരണം നിങ്ങളൊരു മനോഹരമായ നുണയാണ്, ഞാൻ ഒരു വേദനാജനകമായ സത്യവും. ജീവിതത്തിൽ ചെറിയ ഒരു റിസ്കെങ്കിലും എടുക്കാത്തവർക്ക് ഒന്നും നേടാൻ ആവില്ല. ചിലപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വരും, എന്നാൽ അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ നിങ്ങളെ അടുത്ത തവണ കൂടുതൽ കരുത്തുറ്റവരാക്കും. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ച് കിട്ടുകയുമില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. ഈ ലോകത്തുള്ള മറ്റാരേക്കാളും കൂടുതൽ ഭംഗി ആ വ്യക്തിക്കാണെന്ന് നമുക്ക് തോന്നും. ആർക്കും സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ പുഞ്ചിരി. ഏതൊരു കർമ്മവും വാക്കും അതെത്ര നിസ്സാരമായിരുന്നാലും മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ അത് പുണ്യവും അമൂല്യവുമായി മാറുന്നു. ആർക്കും തിരികെ പോയി പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ മുതൽ പ്രയത്നിച്ച് നല്ലൊരു അവസാനം രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. അറിവും ത്യാഗവും കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയുമാണ് നമ്മുടെ വിജയം. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാവണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും.
ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തുന്നവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരായുസ് മുഴുവൻ കൂടെയുണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാവട്ടെ ഓരോ ദിവസങ്ങളും. ജീവിതം സുന്ദരമാണ്. അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണ് എന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കുപാത്രമാണ് ജീവിതം. കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യം അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരത്തിൽ എത്തുന്നതും. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന്, പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ. രണ്ട്, പ്രയാസങ്ങളിൽ നമ്മെ ഒറ്റയ്ക്ക് ആക്കിയവർ.